സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടന്ന ദൃശ്യങ്ങളാണിത്. നിരവധി തവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 1 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യമാണ് സർക്കാർ കവർന്നെടുത്തിട്ടുള്ളത്. 1 ലക്ഷം കോടി രൂപ. അത് നിലവിൽ 22% വരെ 2 മാസങ്ങൾക്ക് മുമ്പ് ക്ഷാമബത്ത കുടിശ്ശികയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടാണ് 1-2 ഗഡു ക്ഷാമബത്ത വർഷം തോറും 2 ഗഡു വീതം കൊടുക്കുമെന്ന് നിയമസഭയിൽ ചട്ടം 300 അനുസരിച്ച് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയത്. എന്നിട്ട് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് 2023 ജനുവരി മാസത്തെ 4%. ബാക്കി 5 ഗഡു കുടിശ്ശിക, 13% ഇപ്പോഴും കുടിശ്ശികയാണ്. ഈ ക്ഷാമബത്ത മുൻകാലങ്ങളിലെ ക്ഷാമബത്ത സർക്കാർ 974 മുതൽ ഇങ്ങോട്ടെടുത്ത് ചരിത്രം പരിശോധിക്കുമ്പോൾ അച്യുതമേനോന്റെ ഗവൺമെന്റിന്റെ കാലത്താണ് കേന്ദ്രത്തിൽ ക്ഷാമബത്ത അനുവദിച്ചാൽ സംസ്ഥാനത്ത് ക്ഷാമബത്ത അനുവദിക്കാൻ തുടങ്ങിയത്. അന്ന് ജനാധിപത്യ ചേരിയിലുള്ള സംഘടനകൾ, കേരള NGO അസോസിയേഷൻ ലീഡർ അന്ന് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ കനകക്കുന്ന് കൊട്ടാരത്തിൽ അവിടെ വിളിച്ചു ചേർത്ത സർവീസ് സംഘടനകളുടെ സമര നേതാക്കന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് തീരുമാനം പറയുമ്പോൾ കേന്ദ്രത്തിൽ എപ്പോൾ ക്ഷാമബത്ത അനുവദിച്ചാലും സംസ്ഥാനത്ത് ക്ഷാമബത്ത അനുവദിക്കുമെന്ന് ആ സർക്കാർ ഉറപ്പു നൽകി ആ വാക്ക് പാലിച്ചു. അത് അഭംഗുരം UDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായി നടപ്പിലാക്കി. എന്നാൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ ക്ഷാമബത്ത എന്ന് പറയുന്ന കാര്യം വിസ്മരിച്ചിരിക്കുന്നു. വിലക്കയറ്റം സമീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏതാണ്ട് 69 ലക്ഷത്തോളം വരുന്ന അവിടുത്തെ ജീവനക്കാർക്കും, 50 ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്കും, 69 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും കൃത്യമായി ക്ഷാമബത്ത കൊടുക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ക്ഷാമബത്ത കൊടുക്കുന്നു. സംസ്ഥാനത്ത് വരുമ്പോൾ ക്ഷാമബത്ത ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അജണ്ടയിലില്ല. ഇവിടെ ഈ ഇരിക്കുന്ന സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളും എല്ലാം കേസ് കൊടുത്തതാണ്. പക്ഷെ അത് കോടതി പോലും പറഞ്ഞു ക്ഷാമബത്ത കൊടുക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം ഈ ഡിസംബർ മാസം ഇപ്പോൾ വീണ്ടും എല്ലാ കേസും കൂടി ക്ലബ് ചെയ്ത് കേൾക്കാൻ പോവുകയാണ്. സർക്കാർ ഇത് കേട്ടപാടേയില്ല. ഇപ്പൊ കേരളത്തിൽ നടത്തേണ്ട പ്രഖ്യാപനങ്ങളൊക്കെ ഇപ്പൊ മുഖ്യമന്ത്രി വിദേശത്താണ് പ്രഖ്യാപനം നടത്തുന്നത്. ഇവിടെ ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്ന അബുദാബിയിലാണ്. കാരണം കേരളത്തിൽ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ നിവൃത്തിയില്ല. സർക്കാർ ആശുപത്രിയിൽ മരുന്ന് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ പേപ്പട്ടി കടിച്ചാൽ ഇഞ്ചക്ഷൻ്റെ മരുന്ന് പോലും മര്യാദയ്ക്ക് സൂക്ഷിക്കാൻ കഴിയാത്ത സർക്കാർ ആശുപത്രി സംവിധാനങ്ങളുള്ള കേരളത്തിൽ ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ ജനം കല്ലെറിയുമെന്നുള്ള ഭയം കാരണം മുഖ്യമന്ത്രി അബുദാബിയിലാണ് പ്രഖ്യാപനം നടത്തിയത് കേരളത്തിലെ ആരോഗ്യരംഗത്തിനെ കുറിച്ച്. ഏതായാലും അങ്ങനെ ആരോഗ്യരംഗത്തിനെ കുറിച്ച് അമേരിക്കയെ കടത്തിയൊട്ടിക്കുന്ന പറയും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ഇനി ചികിത്സയ്ക്ക് എന്തിനാ അമേരിക്കയിൽ പോകുന്നത്? ഇവിടെ തന്നെ അങ്ങ് പോയാൽ പോരെ. ഇന്നലെ പ്രഖ്യാപനം കിഫ്ബിയുടെ ഗുണങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നത് ദുബായിലാണ്. കേരളത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ വോട്ട് ചോദിക്കേണ്ട ആള് ദുബായിൽ പോയിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. കാരണം ഇവിടെ ഇറങ്ങാൻ നിവൃത്തിയില്ല. ഇവിടെ ചെയ്യുന്ന പല വിക്രിയകളും കാരണം ജനം അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഇലക്ഷൻ പ്രചാരണം നടത്തുന്നതിന് പകരം ഇപ്പൊ ദുബായിലാണ് മുഖ്യമന്ത്രി ഇലക്ഷൻ പ്രചാരണം നടത്തുന്നത്. ബാക്കി എല്ലാ നേതാക്കളും, എല്ലാ പാർട്ടിക്കാരും കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും അവരവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി പ്രചാരണം നടത്തുമ്പോൾ മുഖ്യമന്ത്രി ദുബായിൽ ചെന്ന് പ്രചാരണം നടത്തുക. പിന്നെ സ്വാഭാവികമായിട്ടും ചില ആളുകളുണ്ട്, വളയിട്ട കൈകളെ ഒന്ന് താലോലിക്കുന്ന ചില ആൾക്കാരൊക്കെ ഒന്ന് സൂചിപ്പിച്ച് വർത്താനം പറയും. അങ്ങ് തന്നെ മൂന്നാമതും വരണമെന്നൊക്കെ. അതിപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെയും സൂചിപ്പിക്കുക. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ സൂചിപ്പിച്ചുകൊണ്ട് ഡയലോഗ് അടിക്കുന്നത്. മൂന്നാമത് പോയിട്ട് 2ാം ടേം തന്നെ കഷ്ടിച്ച് കഴിഞ്ഞു പോകാനുള്ള സാഹചര്യം പോലും ഇപ്പോഴില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കേരളത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ ഒന്ന് സഹായിച്ചു കൊടുക്കും. ഇടയ്ക്ക് ഒരു EDയുടെ നോട്ടീസ് അയച്ച് ഒന്ന് ഒരു രംഗം ഒന്ന് കൊഴിപ്പിക്കും, ചർച്ച മാറ്റി വിടും. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ മസാല ബോണ്ടിൻ്റെ ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ED അതിനനുസരിച്ച് നോട്ടീസ് അയച്ചു കൊടുത്തു, ഇനി ചർച്ച ഇതിലേക്ക് മാറ്റിക്കോളാൻ പറഞ്ഞിട്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുമ്പോഴാണ്
മസാല ബോണ്ടിനെ കുറിച്ച് ED അത് ഇപ്പം തന്നെ അയക്കണം, ഒരു 2 ആഴ്ച കഴിഞ്ഞ അയച്ചാൽ പോരെ. അപ്പോൾ ഇത് വെറും നാടകം കളിക്കലാണ്. പരസ്പര സഹകരണ മുന്നണിയാണ് കേന്ദ്രത്തിലും കേരളത്തിലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ജീവനക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കുറച്ച് പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തി, ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ്. അത് ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ടാണ് 1-ാം തീയതി പ്രഖ്യാപിക്കേണ്ട ഇലക്ഷൻ 10-ാം തീയതി ആക്കിയത് മുഖ്യമന്ത്രിക്ക് ചില പ്രഖ്യാപനങ്ങൾ നടത്താനാണ്. ഈ പ്രഖ്യാപനങ്ങൾക്ക് പോലും കയ്യിൽ കാശില്ല. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ 10,000 കോടി രൂപ വേണം സർക്കാരിന് നൽകാൻ. അപ്പം സഹകരണ സ്ഥാപനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ എക്സസ് എമൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഏപ്രിൽ മാസം വരെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും ഇനി കൊടുക്കണ്ട. അതുകൊണ്ട് ഏപ്രിൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് സഹകരണ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സഹകരണ സ്ഥാപനങ്ങൾ മൊത്തം തന്നെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി അവരുടെ ചട്ടിയിൽ കൈയിട്ട് വരാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 9.5 കൊല്ലമായിട്ടും പങ്കാളിത്ത പെൻഷനെ കുറിച്ച് രക്ഷ ഇപ്പോഴും പറയുന്നില്ല. ഇതിൽ നിലപാടെന്താണ്? നിങ്ങൾ 2016 പ്രകടന പത്രികയിൽ നിങ്ങൾ നടപ്പാക്കുന്ന പറഞ്ഞൊരു കാര്യം 9.5 കൊല്ലമായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരക്ഷരം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ നവംബർ ആദ്യവാരം നടത്തിയ പ്രഖ്യാപനത്തിൽ പോലും പങ്കാളിത്ത പെൻഷനെ കുറിച്ച് ഒരു വാചകം പോലും പറയുന്നില്ല. ഇതിനെല്ലാം പുറമെയാണ് ക്ഷാമബത്തയുടെ കുടിശ്ശികയെ കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 9.5 വർഷക്കാലം സർക്കാർ ജീവനക്കാരെ വിശ്വാസത്തിലെടുക്കാനോ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനോ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇലക്ഷൻ എടുത്തപ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നുണ്ട്, നടക്കാത്ത കുറെ സ്വപ്നങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ ഓർക്കുന്ന 2018 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ നഗരത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ച മെട്രോ പോലും ക്യാൻസൽ ചെയ്ത കൂട്ടരാണ് ഈ സർക്കാർ, പിണറായി സർക്കാർ. ഇലക്ഷൻ എടുക്കുമ്പോൾ പറയുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ കൈവിട്ടു പോകും എന്ന് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെട്രോ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അലൈൻമെന്റ് പോലും അംഗീകരിച്ചാണ്. ഇവർ വന്ന് ക്യാൻസൽ ചെയ്ത് അതിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം ഞാനാ കൊണ്ടുപോകും. അന്ന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് നടപ്പാക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഇത് ലാഭകരമല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഇലക്ഷൻ എടുത്തപ്പോൾ എങ്ങനെ പെട്ടെന്ന് ഇത് നടപ്പാക്കാൻ കാശ് എവിടെയാ? കയ്യിൽ കാശില്ല, എന്നാൽ പ്രഖ്യാപനങ്ങൾക്കൊരു കുറവുമില്ല. പ്രഖ്യാപനങ്ങളും ഫ്ലക്സും നോക്കിയാൽ ആരുടെയും വയറെന്നറിയില്ല. പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒരു പദ്ധതി പോലും മര്യാദയ്ക്ക് നടപ്പാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ജീവനക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാത്തൊരു സർക്കാർ മുമ്പ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ കാലത്ത് കോവിഡ് വന്നപ്പോൾ കിറ്റ് കൊടുത്ത പോലെ വാഗ്ദാനങ്ങൾ നൽകി വോട്ട് വാങ്ങിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഒറ്റ കാര്യം പറയാനുള്ളൂ, ഒരിക്കൽ ചക്ക വീണപ്പോൾ മുയൽ ചത്തു എന്ന് വിചാരിച്ച് എന്നും ചക്ക വീഴാൻ പോകുന്നില്ല, ഇനി വീണാൽ തന്നെ മുയലൊട്ട് ചാവാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ പ്രഖ്യാപനങ്ങൾ പോലും, ആ പ്രഖ്യാപനത്തിൽ പോലും കുടിശ്ശിയെ കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. ആകെ 10 കുടിശ്ശിക കൊടുക്കാനുണ്ടെങ്കിൽ 2 കൊടുത്തിട്ട് 2 കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ അപ്പൊ 8 കൊടുക്കാൻ ബാക്കിയുള്ള എന്റെ കണക്കില്ല. അപ്പൊ പ്രഖ്യാപനങ്ങളിൽ പോലും സുതാര്യതയില്ല. നടക്കാത്ത കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും പ്രഖ്യാപിച്ച കാര്യങ്ങൾക്ക് പോലും സുതാര്യത ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഇതെല്ലാം പുറമെ സാമ്പത്തിക പ്രതിസന്ധി. ഈ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി പറയുമ്പോൾ എല്ലാം കേന്ദ്രത്തിന് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ട്. നിങ്ങൾ മിച്ചം വെക്കണ്ടേ? ദൂർത്തൊഴിവാക്കി മിച്ചം വെക്കണ്ടേ? ഇപ്പൊ തെലങ്കാനയിലൊന്നും കൊടുക്കുന്നൊന്നുമില്ല കേന്ദ്രം, തമിഴ്നാടിനും കൊടുക്കുന്നില്ല, ബംഗാളിനും കൊടുക്കുന്നില്ല. പക്ഷെ അവിടെയൊക്കെ വികസനമുണ്ട്, കാരണം ദൂർത്തൊഴിവാക്കി മിച്ചം വയ്ക്കുന്നു. ഇവിടെ ഇന്നലെ 1.5 കോടിയാണ് മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാൻ. ഇപ്പൊ വാങ്ങിച്ച കാറൊക്കെ പോരെ? അത് തന്നെ ഇവിടെ അധികം കേരളത്തിലില്ല, ഇപ്പൊ പകുതി വിദേശത്താണ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഓടാൻ തക്കവണ്ണം കണ്ടീഷനുള്ള വണ്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അതിനിടയ്ക്ക് 1.5 കോടി വീണ്ടും വണ്ടി വാങ്ങാൻ. പിന്നെ നമ്മളൊന്നും ഇപ്പൊ പറയാത്ത മറ്റൊന്നുമല്ല, ഈ വാങ്ങിച്ച വണ്ടിയൊക്കെ ഭാവിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ വാങ്ങിച്ചോ, ഞങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാൻ കൊള്ളാം, ഞാൻ അത്രേ പറയുന്നുള്ളൂ. പക്ഷേ പാവപ്പെട്ട സർക്കാർ ജീവനക്കാരെ ഇറങ്ങി പോകുമ്പോഴും വഴിയാധാരമാക്കിയിട്ടേ പോകൂ എന്നുള്ള ആ ദുഷ്ടചിന്ത ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കാര്യങ്ങൾ
മര്യാദയ്ക്ക് നടത്താൻ തയ്യാറായില്ലെങ്കിൽ ഇനി ഇവർക്ക് ഫൈനലിൽ കളിക്കേണ്ടി വരില്ല, സെമി ഫൈനൽ വെച്ച് തന്നെ ഈ ഭരണം അവസാനിപ്പിക്കുന്ന തീരുമാനം ജനങ്ങളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭാഗത്തും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ മുരളീധരനായിരുന്നു. കൂടാതെ ഈ ക്ഷാമബത്ത, മുടങ്ങിക്കിടക്കുന്ന ക്ഷാമബത്ത ഉടൻ തന്നെ ഈ അധ്യാപകർക്ക് നൽകണം, മെഡിസപ്പിലെ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ സമരം നടത്തിയത്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.